Hello students, welcome back to our next session. In this session, we can discuss about the topic financing of working capital. A company can finance its working capital requirements by way of different means. First, we have to discuss about the financing of permanent working capital by way of shares, debentures, public deposit, plowing back of profit, loans from financial institutions. In order to finance the permanent working capital, the company can raise capital through shares, debentures, public deposit, plowing back of profit, loans from financial institution. Firstly, I am going to discuss about shares. We are familiar the topic shares. It's an important source of financing permanent working capital. There are a number of types of equity shares. There are a number of shares, equity shares, preference shares and deferred shares. A company cannot issue deferred shares. Preferential shares carry a preferential dividend. Equity shares do not have any fixed commitment charge and dividend is to be paid subject to the availability of sufficient profits. Shares നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസിംഗ് ആണ് ഷെയർസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ്. We have already known there are different types of shares. They are equity shares, preference shares and deferred shares. Equity shares are also known as ordinary shares. Equity shareholders will have no preferential right in respect of dividend or the repayment of capital. നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഫിക്സഡ് ഡിവിഡൻഡ്. കമ്പനി മേക്സ് പ്രോഫിറ്റ്, കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കിട്ടുള്ളൂ. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് only after paying a fixed rate of dividend on preference shares. Preference ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. മാത്രമല്ല ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സ്. അവരുടെ ഡിവിഡൻഡിന്റെ ആ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യില്ല. ഇറ്റ് ഷുഡ് വാരി അക്കോർഡിംഗ് ടു ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി. ദ പ്രോഫിറ്റ്, if a company doesn't earn profit in any year, the equity shareholders will not available any kind of dividend. However, equity shareholders get full voting power. This is equity shares. Equity shareholders in a payment അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്നത് only after paying all expenses of the business like preference dividend, interest etc. അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കമ്പനി കൊടുക്കുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഇയർ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അപ്പോഴും ഒന്നും തന്നെ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക്, ഒരു പബ്ലിക് കമ്പനിക്ക് ഡെഫേർഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് പാർട്ടാണ് ഡെഫേർഡ് ഷെയർസ്. Deferred share is a share that doesn't have any right to the assets of the company undergoing bankruptcy until all common and preference shareholders are paid. ഈ ഡെഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് ഒരു റൈറ്റും കമ്പനിയുടെ അസറ്റ്സിന്മേൽ ഉണ്ടാവില്ല. ഓൺലി ആഫ്റ്റർ പേയിങ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ സാധാരണ കോമൺ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, കോമൺ ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരുടെ റൈറ്റ്സ് വരുന്നുള്ളൂ. ഇവർക്ക് ഒരിക്കലും കമ്പനിയുടെ അസറ്റിന്മേൽ യാതൊരുവിധ റൈറ്റും ഉണ്ടായിരിക്കുന്നതല്ല ഡെഫേർഡ് ഷെയർസിന്. ഇപ്പോൾ ഒരു ബാങ്ക്രപ്സി ഒക്കെ വരുവാണെങ്കിൽ, അതായത് ഇൻസോൾവൻസി ഒക്കെ വരുവാണെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുത്തു തീർക്കും, അതിനുശേഷം കോമൺ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുത്തു തീർക്കും, അതിനുശേഷം മാത്രമാണ് ഇവരുടെ ക്ലെയിം വരുന്നുള്ളൂ. പ്രിഫറൻഷ്യൽ ഷെയർസ് ക്യാരി എ പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് ഡിവിഡൻഡ്, അവർക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ദ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് പേയ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കും. Similarly, on winding up, preference share capital is prepaid before equity capital is paid.
അതുപോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ പേ ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റല് കമ്പനി റീപേ ചെയ്തിരിക്കും. ഇതാണ് പ്രിഫറൻസ് shares. So there are 3 types of shares: equity shares, preference shares, and deferred shares. Then equity shares do not have any, we have already discussed that equity shares do not have any fixed commitment charge and dividend is to be paid subject to the availability of sufficient profit. Next one is debentures. We have already learned the topic debentures. Debenture is also another important source of financing permanent working capital. A company can borrow money by issuing debentures. Debenture is an instrument of acknowledgement of debt. It is an acknowledgement of debt issued by a company under its common seal. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള അടുത്ത ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് ഡിബഞ്ചർ. ഒരു അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ ഹോൾഡർക്ക് കമ്പനി കോമൺ സീൽ ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനെ കടപ്പത്രങ്ങൾ എന്നാണ് നമ്മൾ പറയാം. ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് റേസിംഗ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റർഷിപ്പ്, ഡിബഞ്ചർ എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ creditors of the company. Then the creditors or debenture holders will get a fixed interest on their investment. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർ നടത്തുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്മേലെ കമ്പനി കൊടുക്കുന്നത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ 10%, 15%. ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് കമ്പനി ഇവിടെ ഇന്ന് കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് തന്നെയായാലും കമ്പനി മേക്സ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഇറ്റ്സ് ഡിബഞ്ചർ holders. This is a charge against profit and loss account. നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്താം. This is a charge against profit and loss account. It is debited in the profit and loss account. When the debentures are secured, there are different types of debentures: secured debentures, unsecured debentures, redeemable debentures, naked debentures, irredeemable debentures, and so on. We doesn't have any need to explain the different types of debentures. We have already go through the topic debenture. If the debentures are secured, they are paid on priority to other creditors. അപ്പോൾ നമുക്ക് പറഞ്ഞു പലതരത്തിലുള്ള ഡിബഞ്ചർ ഉണ്ട്. സെക്യൂർഡ് ഡിബഞ്ചർ ഉണ്ട്, അൺസെക്യൂർഡ് ഡിബഞ്ചർ ഉണ്ട്, റെഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്, ഇറഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഡിബഞ്ചർ ഉണ്ട്. പക്ഷെ ഈ സെക്യൂർഡ് ഡിബഞ്ചറിന് എപ്പോഴും ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് എപ്പോഴും ഒരു അസറ്റിന്റെ ബേസിലാണ്. അസറ്റ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റുകളാണ് അവിടെ സെക്യൂരിറ്റി. അപ്പൊ ആദ്യം തന്നെ ഇവർക്ക് പേയ്മെന്റ് നടത്തിയിട്ടാണ് ബാക്കി ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ പേയ്മെന്റ് നടത്തുന്നത്. സെക്യൂർഡ് ഡിബഞ്ചർ എപ്പോഴും സേഫ് ആണ്. അവർക്ക് കമ്പനിയുടെ അസറ്റിന്മേലെ എപ്പോഴും ഒരു ചാർജ് ഉണ്ടായിരിക്കും. അതാണ് ഈ സെക്യൂർഡ് ഡിബഞ്ചർ. അപ്പൊ ആദ്യം ഈ സെക്യൂർഡ് ഡിബഞ്ചേഴ്സിന് പേയ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് ബാക്കി ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുന്നത്. Issuing firm can enjoy benefits like trading on equity, tax benefits, etc. ഇഷ്യൂ ചെയ്യുന്ന ഫേമിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാന്ന് വെച്ചാൽ ഈ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ടായിരുന്നാലും നമ്മൾ ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. പ്രോഫിറ്റ് കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട കാര്യമില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഓൺലി ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Then the next one is public deposit. The organization can invite deposits from public directly. നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഡെപ്പോസിറ്റുകളെ ഇൻവൈറ്റ് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. അതാണ് പബ്ലിക് ഡെപ്പോസിറ്റ്. Public deposit are the fixed deposit accepted by the business enterprise directly from the public. പബ്ലിക്കിൽ നിന്ന് നേരിട്ട് ഒരു ബിസിനസ് എന്റർപ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് the firm can make advertisement with regard to public deposit. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫേമിന് വേണമെങ്കിൽ ആഡുകൾ ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കാം. ഈ ആഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ നമ്മുടെ പബ്ലിക്കിന് ഏതൊരു പബ്ലിക്കിന് വേണമെങ്കിലും അത്
സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പബ്ലിക്കിന് അതിന്റെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് അലോങ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് മണി അതിന് പകരമായിട്ട് ഈ കമ്പനി അവർക്ക് ഒരു റെസീപ്റ്റ് ഇഷ്യൂ ചെയ്യും. ആ റെസീപ്റ്റിന്റെ ബാക്കില് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. കൺവീനിയന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പബ്ലിക് ഡെപ്പോസിറ്റ്. ബട്ട് ഇറ്റ് മേ ഇൻവോൾവ് സം കൈൻഡ്സ് ഓഫ് റിസ്ക് ഓൾസോ. ദ പേയ്മെന്റ് മേ ബി അൺസർട്ടൈൻ. അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു ബാക്കപ്പ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അൺസർട്ടൈൻ ആണ്. പേയ്മെന്റ് കിട്ടോ കിട്ടാതിരിക്കുന്നത് വളരെ റിസ്കി ആണ് ഈ പബ്ലിക് ഡെപ്പോസിറ്റ്. വി കാൺ റിലൈ പബ്ലിക് ഡെപ്പോസിറ്റ്. നമുക്ക് അത്ര അധികം അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. So there are some limitations or risks are associated with public deposits. So RBI laid down some limits on public deposit. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡെപ്പോസിറ്റിന്റെ RBI ഒരുപാട് ലിമിറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോൺ ബാങ്കിങ് കൺസേൺ ആണെങ്കിൽ it cannot borrow 25% more than 25% of its paid up capital by way of പബ്ലിക് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നോൺ ബാങ്കിങ് ആയിട്ടുള്ള ബിസിനസ്സുകളാണെങ്കിൽ, നോൺ ബാങ്കിങ് ആയിട്ടുള്ള കൺസേണുകളാണെങ്കിൽ അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 25%-നേക്കാൾ കൂടുതൽ ഒരിക്കലും പബ്ലിക് ഡെപ്പോസിറ്റ് വഴി റേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ ആദ്യം വെച്ചിട്ടുള്ള ചില ഡയറക്ഷൻസും ലിമിറ്റ്സും ഒക്കെയാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. Plowing back of profit, also known as retained earnings or internal financing or self-financing. Retained earnings, plowing back of profit, also known as retained earnings, self-financing, internal financing, etc. Then plowing back of profit is an internal source of finance. It means that generally a company shall not distribute the entire profit earned to the shareholders by way of dividend. സാധാരണ കമ്പനികൾ അത് ഏൺ ചെയ്യുന്ന എല്ലാ പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. ഇറ്റ് മീൻസ് ദാറ്റ് എ സെറ്റ് ഓർ പോർഷൻ ഓഫ് ദി പ്രോഫിറ്റ് earned every year shall be retained in the business. അത് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അത് ബിസിനസ്സിൽ നിലനിർത്തുന്നു. അതാണ് retained earnings. It means the reinvestment by the concern of its surplus earnings in its business. അതായത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിന്റെ ഒരു ഭാഗം വീണ്ടും ബിസിനസ്സിൽ എന്നത് റീഇൻവെസ്റ്റ് ചെയ്യാൻ. It cannot distribute all the profits to among the shareholders. ഷെയർഹോൾഡേഴ്സിന് മൊത്തം ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ, ഡിവിഡൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ, പോർഷൻ ഓഫ് ദി പ്രോഫിറ്റ് is retained in the business is known as plowing back of profit or retained earnings. It's an internal source of finance. It's an internal source of finance. This most suitable. നമുക്ക് ഇത് എപ്പോഴാണ് ഇത് സ്യൂട്ടബിൾ ആവുക, ബിസിനസ്സിന് എപ്പോഴാണ് ഇത് സ്യൂട്ടബിൾ ആവുക? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ എപ്പോഴെങ്കിലും അഡീഷണൽ ഫിനാൻസ് ആവശ്യം, whenever the business requires additional capital to meet the requirements of expansion, diversification, modernization, replacement, etc. We can use this money, these earnings for its additional requirements. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ വരാണ്, മോഡേണൈസേഷൻ വരാണ്, റീപ്ലേസ്മെന്റ് വരാണ്, അങ്ങനെയാണെങ്കിൽ ഈ അഡീഷണൽ ഫണ്ടായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ റിട്ടൈൻഡ് ഏർണിങ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് എ കോസ്റ്റ് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇറ്റ് എൻഷുവേഴ്സ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ഇങ്ങനെ നമ്മൾ ഒരു മണി പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിട്ടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. Then there are some demerits are associated with plowing back of profit. Plowing back of profit indicates the surplus of profit that is retained in the business. അല്ലെ, നമുക്കറിയാം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് റിട്ടൈൻ ചെയ്യുന്നത് ബിസിനസ്. അങ്ങനെയാണെങ്കിൽ it may leads to some limitations like monopolies, misuse of funds, speculation, etc. ഇപ്പോൾ ഇവരുടെ കൂടുതൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവർ മോണോപ്പൊളൈസ് ചെയ്യും ആ ബിസിനസ്സിലെ കുത്തകാവകാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മിസ്യൂസ് ഓഫ് ഫണ്ട്സ്, അൺനെസറി പർച്ചേസിങ്. ഫണ്ട്സ് ഇങ്ങനെ ബിസിനസ്സിൽ നിലനിർത്തുവാണെങ്കിൽ ആ ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ബിസിനസ്സിലുണ്ട്. The next one, loans from financial institutions. There are some financial institutions are ready to finance the short term, medium term and long term requirements of a business concern. ഒരു ബിസിനസ് കൺസേണിന്റെ ഷോർട്ട് ടൈം, മീഡിയം ടേം ആൻഡ് ലോങ് ടൈം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. They are commercial banks, life insurance corporation, LIC, Industrial Finance Corporation of India, IFCI,
SFC, State Financial Corporation, State Industrial Development Corporation, Industrial Development Bank of India, IDBI, etc. are also rendering services in the form of providing short-term, medium-term and long-term loans. Thank you all. Thank you so much.